ഹായ് ഫ്രണ്ട്സ്, ഈസ്റ്റർ സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ് റെസിപ്പി നോക്കാം. പാൻ ചൂടാകുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും കീറിയതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒരു കുടം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ 3 വലിയ സവോള അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. സവോളയൊക്കെ നന്നായി വാടി ഇതുപോലെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. ഇവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോൾ 2 മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിക്കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടയാൻ വേണ്ടി ഞാനൊരല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 കിലോത്തിൻ്റെ താറാവാണേ. താറാവ് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുമ്പോൾ താറാവിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ മുഴുവൻ കണ്ടൻറ്റും പുറത്തേക്ക് വരും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് താറാവ് നന്നായി കുക്കാവുന്നത് വരെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. താറാവ് വെന്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നെയ്യ് ഇറങ്ങാൻ തുടങ്ങും. ഇവിടെ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് താറാവിൻ്റെ നെയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ലുക്ക്. നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഈ ഈസ്റ്ററിന് ഇതാവട്ടെ സ്പെഷ്യൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.